തൃശൂരിൽ വിലക്ക് ലംഘിച്ച ടി.എൻ. പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത്. ഇത്തവണ കോൺഗ്രസ് ഓഫീസിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപത്തോടെ എന്ന തലക്കെട്ടിലാണ് ചുവരെഴുത്ത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കർശനമായി വിലക്കിയിരുന്നതാണ് ഇത്തരത്തിലൊരു ചുവരെഴുത്ത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വിദ്യ, പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഈ ചുവരെഴുത്തിൽ എഴുതുന്ന പേരുകാരനായ ടി.എൻ. പ്രതാപൻ തന്നെ നേരിട്ട് വിലക്കിയിട്ടുള്ള കാര്യമാണ്. AICC ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താതെ തന്റെ പേര് ഒരിടത്തും എഴുതരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയതാണ്. ഈ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ തൃശൂർ പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിന്റെ ചുറ്റുമുള്ള മതിലിൽ ഇത്തരത്തിൽ ടി.എൻ. പ്രതാപന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു ചുവരെഴുത്ത് ഇന്ന് വൈകിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന തലക്കെട്ടോടെ തന്നെയാണ് ഈ ചുവരെഴുത്തും പ്രത്യക്ഷപ്പെട്ടത്. കൈപ്പത്തി അടയാളവും ഈ ചുവരെഴുത്തിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തൃശൂർ എളവള്ളിയിലെ ഒരു മതിലിൽ ചുവരെഴുതിയത് ഏറെ വാർത്തയായിരുന്നു. ഈ വാർത്തയിൽ ടി.എൻ. പ്രതാപൻ പ്രതികരിക്കുകയും ഉണ്ടായി. രാവിലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് സംരക്ഷണം ചെയ്തതാണ്. ഇന്നും പ്രതാപൻ രാവിലെ ആവർത്തിച്ചിരുന്നു, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ ചുവരെഴുതരുത് എന്നുള്ള കർശന നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഉൾപ്പെടെ ഉള്ളവർക്ക് നൽകിയിരുന്നു. ഈ എളവള്ളിയിലെ ഈ ചുവരെഴുത്ത് രാവിലെ തന്നെ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാർ ഇടപെട്ട് അത് മായ്ച്ചിരുന്നു. ആവേശം കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എഴുതിപ്പോയതാണെന്നുള്ള രീതിയിലായിരുന്നു അവിടുത്തെ പ്രാദേശിക നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. ഇത് ആവർത്തിക്കരുതെന്ന് പ്രതാപൻ രാവിലെ മാധ്യമങ്ങൾ വഴി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത്. ഏറ്റവും ആദ്യം ജില്ലയിൽ ഇതുപോലെയുള്ള ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് വെങ്കിടങ്ങ് സെന്ററിലായിരുന്നു. അതും അന്ന് തന്നെ പ്രതാപൻ ഇടപെട്ട് മായ്ച്ചിരുന്നു. മാത്രമല്ല, അന്നാണ് കൊച്ചിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇത്തരത്തിലുള്ള ചുവരെഴുത്തിന്. ഇതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് വൈകിട്ടാണ് ഈ പുല്ലഴിയിലെ പാർട്ടി കോൺഗ്രസ് ഓഫീസിന്റെ മതിലിൽ ഇത്തരത്തിൽ വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. അതായത് നേതാക്കളുടെ കർശന നിർദ്ദേശത്തെ തുടരെ അണികളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ലംഘിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ന് രാവിലെ ഒരു സംഭവം എളവള്ളിയിൽ ഉണ്ടായി. വൈകിട്ട് വീണ്ടും അതേ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതില് ഇപ്പോൾ ഈ പുല്ലഴിയിലെ പാർട്ടി ഓഫീസിന്റെ മതിലിൽ വന്ന ചുവരെഴുത്ത് ഒരു KPCC സെക്രട്ടറിയുടെ നിർദ്ദേശത്തോടെയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷേപം ഇതിനോടകം ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ ചുവരെഴുതിയത് ഈ പാർട്ടി ഓഫീസിന്റെ മതിലിൽ എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട്. തൃശ്ശൂരിലെ ഒരു KPCC സെക്രട്ടറിയുടെ പേരാണ് ഇത്തരത്തിൽ ആക്ഷേപത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ കൃത്യമായ അറിവോടെ തന്നെയാണ് ഇത്തരത്തിൽ ഈ പാർട്ടി ഓഫീസിന്റെ മതിലിൽ ഇത്തരത്തിൽ പ്രതാപന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഈ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കാരണം ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ട മറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെയും മതിലല്ല, കോൺഗ്രസ് പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിന്റെ മതിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ചുവര എഴുതിയത് എന്നാണ് ഇതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ആ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ തന്നെയാണ് എന്നുള്ളതിൽ മറ്റൊരു തർക്കവുമില്ല. എന്തായാലും നേതാക്കളുടെ കർശന നിർദ്ദേശവും അതുപോലെ തന്നെ ടി.എൻ. പ്രതാപന്റെ ഉൾപ്പെടെയുള്ള അവരുടെ കർശന നിർദ്ദേശത്തെ അവഗണിച്ച് തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ തുടരുകയാണ്. ഈ പാർട്ടി ഓഫീസിന്റെ മതിലിന്റെ ഒരു വശത്താണ് ഇപ്പോൾ എഴുതി തീർത്തിരിക്കുന്നത്, മറുവശം വെള്ള കുമ്മായം അടിച്ച് ഇട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് നാളെ എഴുതാൻ വേണ്ടി. അത്തരത്തിൽ ഈ പുല്ലഴി ഈ പാർട്ടി ഓഫീസിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ള കുമ്മായം അടിച്ച് ഇട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രതാപന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്ത് എഴുതാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ ടി.എൻ. പ്രതാപനും ഉൾപ്പെടെ കർശന നിർദ്ദേശം ഇത്തരത്തിൽ ചുമര എഴുതരുത് എന്ന് നൽകിയിട്ട് പോലും അണികൾ അത് അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി പ്രവർത്തകരും നേതാക്കളും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. വിദ്യ, അനീഷ്, വളരെ സമയമെടുത്ത് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു ചുവരെഴുത്ത് നടത്തിയിട്ടുണ്ടാവുക. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമാക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിലേക്കൊന്നും കടക്കാത്തത്?
വിദ്യ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനൊന്നും കോൺഗ്രസ് മുതിരുന്നില്ല. രാവിലെ തന്നെ TN പ്രതാപൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ചുവരെഴുതിയവർക്കെതിരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല, അവർ ആവേശത്തിന്റെ പുറത്ത് എഴുതുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു മൃദു സമീപനമാണ് ഈ TN പ്രതാപൻ MP രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. ഇത് തന്നെയാണ് പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കും ഈ ഇത്തരത്തിൽ ചുവരെഴുതാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത്. നടപടി എടുക്കുമെന്നുള്ള തരത്തിൽ ആരും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ TM പ്രതാപനോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനോ ഉൾപ്പെടെയുള്ളവർ ആരും തന്നെ ഇതിൽ ഒരു കർശന നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. അത് തന്നെയാണ് ഈ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ചുവർ എഴുതാനുള്ള ഒരു ധൈര്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അത്തരത്തിലൊരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്കോ ഒന്നും പാർട്ടി നേതൃത്വം കടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. അത് തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ഇതെല്ലാം TN പ്രതാപന്റെ മൗനാനുവാദത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു ചുവരെഴുത്ത് തൃശ്ശൂരിൽ ഇങ്ങനെ ഈ അണികൾ നിർദ്ദേശവും വിലക്കും ലംഘിച്ച് നടത്തുന്നു എന്നൊരു ആരോപണവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. വിദ്യ. ശരി, അനീഷ്, വ്യക്തമാണ്. തൃശ്ശൂരിൽ വിലക്ക് ലംഘിച്ച TN പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത്. ഇത്തവണ കോൺഗ്രസ് ഓഫീസിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ വീണ്ടും പ്രതാപത്തോടെ തുടരും എന്ന തലക്കെട്ടിലാണ് ചുവരെഴുത്ത്. വിവരങ്ങളുമായി ചേർന്നത് അനീഷ് ആന്റണിയാണ്.